നടിയെ ആക്രമിച്ച കേസിൽ നീതി പൂർണ്ണമായി നടപ്പായില്ലെന്ന് നടി മഞ്ജു വാര്യർ. കേസിലെ ആസൂത്രകരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോഴിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, അതിജീവിതയുടെ പോസ്റ്റ് വന്ന് അരമണിക്കൂറിനിപ്പുറം മഞ്ജു വാര്യരുടെ പോസ്റ്റ് വന്നിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുകയല്ലേ മഞ്ജു? മഞ്ജു വാര്യർ ഫേസ്ബുക്കിലൂടെ തന്റെ ഒപ്പീനിയൻ വെളിയിലോട്ട് വിട്ടിരിക്കുകയാണ്. അതായത് കോടതി വിധി പൂർണ്ണമായും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ല. ഇതിന്റെ പുറകിൽ, അതായത് 6 പേരെ ശിക്ഷിച്ചാൽ കൂടി ഇതിന്റെ പുറകിൽ ഒരു ആസൂത്രകനുണ്ട്. അദ്ദേഹത്തെ കൂടെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ വിധി പൂർണ്ണമാവും, അതിജീവിതയ്ക്ക് നീതി ലഭിക്കൂ. മഞ്ജു വാര്യർ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് അതിന്റെ പുറകിൽ ഒരു ആസൂത്രകൻ ഉണ്ടെന്നാണ്, അല്ലേ? മഞ്ജു വാര്യരാണ് ആദ്യമായിട്ട് ഈ ഗൂഢാലോചന ബോംബ് പുറത്തോട്ട് വിടുന്നത്. ഈ ബോംബ് പൊട്ടിക്കുന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർ ഇപ്പോഴും പറയുന്നത് ഇതിന്റെ പുറകിൽ ഒരു ആസൂത്രകനുണ്ട്. കാരണം ഇതിന്റെ പുറകിൽ ആസൂത്രകൻ പൾസർ സുനിയാണെന്നുള്ളതിന്റെ ഒരു ബോധ്യം ഇപ്പോഴും മഞ്ജു വാര്യർക്കില്ല. മഞ്ജു വാര്യരെ സംബന്ധിച്ചോളം ഇതിപ്പോഴും ദിലീപ് ആകണം എന്നുള്ള ആശയമാണ്. കാരണം മറ്റുള്ള കേസിൽ, ഈ കേസിൽ ഒരു മേഡം ഉണ്ടെന്ന് പൾസർ സുനി ആദ്യം പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിലല്ല, ദിലീപിന്റെ കേസിൽ ഒരു മേഡം ഉണ്ട്. ആ മേഡം മഞ്ജു വാര്യർ തന്നെ ആകാനാണ് ചാൻസ്. കാരണം ദിലീപിന്റെ മേളിലെ ആരോപണങ്ങൾ, കാരണം ഈ കേസ് കറക്റ്റായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ദിലീപിന്റെ തലയെ വെച്ച് കൊടുത്താൽ ഫസ്റ്റ് ഉത്തരവാദിത്വം മഞ്ജു വാര്യർ തന്നെയാണ്. കാരണം ദിലീപ് ഫസ്റ്റ് ഇറങ്ങി പറഞ്ഞാൽ ആദ്യം പറയുന്നത് തന്നെയാണ്. മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് ഇത് ഈ ഗൂഢാലോചന ഇങ്ങനെ വളർന്നു വരുന്നത്. കാരണം ആദ്യമായിട്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിക്കുമ്പോൾ ഇത് പൾസർ സുനി മാത്രം ഒതുക്കിയിരുന്ന കേസാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് ഇത് ഗൂഢാലോചന വളർന്ന് ദിലീപിലേക്ക് മാറുകയാണ്. ഈ പൾസർ സുനി ഒരു അത്ര ആളുകളുടെ പേര് പറയുന്ന അനുസരിച്ച് ഈ കേസ് അങ്ങനെ വളർന്നു കൊണ്ടിരുന്നത്. പൾസർ സുനി സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, ദിലീപിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നതാണ്. കാരണം കോടതി കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇത് തെളിവുകളില്ല എന്ന്. ഇപ്പോഴും മഞ്ജു വാര്യർ പുറത്തിറങ്ങിയിട്ട് അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവൾക്കൊപ്പം നിൽക്കുന്നതിൽ തെറ്റില്ല. അവനെതിരെ സംസാരിക്കുമ്പോൾ ഇപ്പോഴും കോടതി പറഞ്ഞിരിക്കുന്നത് തെളിവുകളില്ല എന്നാണ്. തെളിവുകളില്ലാത്തടത്തോളം കാലം ഒരാളെ അദ്ദേഹം 9 വർഷത്തോളം ഈ ഒരു കേസിൽ ഭയങ്കരമായിട്ട് സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കോടതി വെളിവിട്ടിട്ട് പോലും നിങ്ങൾ പിന്നെയും പുറകിലെ ഗൂഢാലോചന ആസൂത്രകൻ എന്നുള്ള രീതിയിൽ, ഇപ്പം ആസൂത്രകനായിട്ടുണ്ട്. ആസൂത്രകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഒരു ഒരു വുമണൈസറിലാക്കി മാറ്റി ചിത്രീകരിച്ച് അദ്ദേഹത്തിന് പിന്നെയും കാരണം ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു മനുഷ്യനെ താഴെ ലെവലിൽ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അദ്ദേഹം ഫൈറ്റ് ചെയ്ത് 9 വർഷത്തെ ആ ഫൈറ്റിങ്ങിലൂടെ അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തെ വെറുതെ വിടാതെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്.